മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. കൃപാസനത്തിനും ഇവിടുത്തെ സ്റ്റാഫിനും അച്ഛനും നന്ദി. എൻ്റെ പേര് കൃഷ്ണമ്മ. ഞാൻ മാരാരിക്കുളത്തിൽ നിന്ന് വരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ 10/10/2022 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഉടമ്പടിയാണ് എൻ്റേത്. എൻ്റെ മക്കൾക്ക് മകൾ IAS കോച്ചിങ് 2 വർഷം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് മരുമകന് റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും പറഞ്ഞൊരാഗ്രഹം വന്ന് അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് തിരിഞ്ഞപ്പം അവൻ്റെ 2-3 കൂട്ടുകാരുമുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കൾ. അവർക്കെല്ലാവർക്കും കൂടെ റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും പറഞ്ഞ് ആഗ്രഹവുമായിട്ട് വന്ന് മകളുടെ വിദ്യാഭ്യാസം മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ബിസിനസ്സിനിറങ്ങി. അങ്ങനെ അവർ 5 പേര് പാർട്ട്ണർമാരായിട്ട് ബിസിനസ് തുടങ്ങി. ഒരുപാട് 3-4 കടകളുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പയ്യന് കയറിയ ഈഗോയുടെ പേരിൽ ആ കടകളെല്ലാം പൂട്ടി. മക്കളുടെ പേരിലായിരുന്നു കമ്പനി. ആ കമ്പനിയുടെ പേരിലാണ് ലോണുകളെല്ലാം എടുത്തത്. അങ്ങനെ 1 കോടി രൂപ മക്കൾക്ക് കടം വന്ന്. പിന്നെ എൻ്റെയും മോളുടെയും ഒരു 50 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. അതും അവർ കൊണ്ടുവച്ച് അതും ലേലം പോയി. എൻ്റെ മകൾ അതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയൊന്നുമില്ല, 3 പേരും ആത്മഹത്യ ചെയ്യുമെന്നൊരു ബോധം എനിക്ക് വന്നപ്പോൾ ഞാൻ ഓടി ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ ശ്രമിച്ച് എന്താ സൊല്യൂഷനെന്ന് ചോദിക്കാം. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ അവരൊരു കട തുടങ്ങാൻ നേരത്ത് എന്നോട് പറഞ്ഞു, അമ്മ ആധാരം വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അതൊന്ന് തരുവാണ്, ഒരാൾക്കും കൂടെ കട ഓപ്പൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ്. ഞങ്ങൾ 20 ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അവരതുകൊണ്ട് പണയം വെച്ച് ബിസിനസ് പിന്നീട് ഇങ്ങനെ എല്ലാം ഡൗണായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്ന് പിന്നെ അതിൽ ലേലം ജപ്തിയാകുമെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പക്ഷേ ഈ വീട് സ്ഥലവും എനിക്ക് വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മക്കളുടെ ബിസിനസ് പൊട്ടിയപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞ് എല്ലാവരും ചുലു വിലയ്ക്ക് അത് വാങ്ങാൻ വേണ്ടി വന്ന്. പക്ഷെ അങ്ങനെ കൊടുത്താൽ കടം തീർക്കാൻ പറ്റില്ല, മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. ഞാനിവിടെ വന്നു മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു, ജോസപ്പച്ചനോടും പറയണം എൻ്റെ മക്കളുടെ ആയുസ് എനിക്ക് തിരിച്ചു തരണം, ബാക്കിയെല്ലാം പൊക്കോട്ടേന്ന്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മകൾ വിഷം കഴിച്ചിരുന്നു. മകൾ വിഷം കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വായും വയറും എല്ലാം പൊള്ളി, വെള്ളം പോലും ഇറക്കാൻ മേലാതെ ഒരു റൂമിനകത്ത് എന്നെ കാണാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവൾ തകർന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 8 ദിവസം എൻ്റെ മകളുടെ സ്വരം പോലും കേൾക്കാൻ പറ്റാതെ കാണാൻ പറ്റാതെ ഒരു വീട്ടിൽ കഴിഞ്ഞ് തലതല്ലി കരയുന്ന പോലെയായിരുന്നു ഞാൻ. എന്നിട്ട് മാതാവിൻ്റെ ഒരിക്കൽ ജപമാല എടുത്ത് ചൊല്ലി. ഞാൻ മാതാവിനോട് പറഞ്ഞ് 53 മണി ജപം ഞാൻ ചൊല്ലും. അതൊക്കെ മുമ്പ് എനിക്കൊന്നും വേണ്ട, എൻ്റെ മോടെ സ്വരം കേട്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 52ാമത്തെ മണി ജപം ചൊല്ലുമ്പോഴത്തേക്ക് അകത്തു നിന്നൊരു വിളി വന്നു, മമ്മി. ഞാൻ പറഞ്ഞു എന്നാ മോനേന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞ്, മമ്മി എനിക്ക് കാപ്പി തരാമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നന്മ നിറഞ്ഞും കൂടി ചൊല്ലാനുണ്ട്, അമ്മ ജപമാല ചൊല്ലുക, വന്ന് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാപ്പിയിട്ട് മോക്ക കൊണ്ട് കൊടുത്തു. 2 പേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, സമ്പത്തല്ലേ പോയത്, അത് പൊയ്ക്കോട്ടെ. 3 പേരും അവിവേകം ചെയ്യാതിരിക്കുവാണെങ്കിൽ അമ്മയുടെ വീട് സ്ഥലവും വിറ്റ് കടം തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീടും സ്ഥലവും വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ബ്രോക്കർമാരും വരും, ആൾക്കാർ അവർക്ക് വെറുതെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരും പറഞ്ഞയക്കുന്നു. എല്ലാം കൊണ്ടും വല്ലാത്ത അവസ്ഥ. പക്ഷേ ഇവിടെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ആദ്യമേ, മാതാവേ എൻ്റെ ഈ വീട് സ്ഥലവും എൻ്റെ അവസാനം വരെ എനിക്ക് വീണമെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം മാതാവ് ഇത് വിൽക്കാൻ സമ്മതിക്കത്തില്ലെന്നും എനിക്കറിയായിരുന്നു. അപ്പോഴത്തേക്ക് ജോസപ്പച്ചൻ്റെ ഇരിക്കാൻ വന്ന് പറഞ്ഞ്, മാതാവും തിരുക്കുമാരനും അച്ഛൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ അപ്പോൾ ഇവിടുത്തെ ഒരു സാറ് പറഞ്ഞ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയാലും അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഓടിപ്പോയി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ്റെ കൈ കൊടുത്ത് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്ത് വീട്ടിൽ ചെന്ന് ഒരു വെള്ളിയാഴ്ചയാണ് അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചതെല്ലാം തരുന്നത്. പിറ്റേ വെള്ളിയാഴ്ച ഒരുത്തർ വീട്ടിൽ വന്ന്. ഒരുപാട് പേര് വരുന്നുണ്ട്, അവർ വീട് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ വില ചേരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു 5-ാം തീയതി ഒരുത്തർ കയറി വന്നിട്ട് അവർ പറഞ്ഞ്, ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊരു വാസ്തു ആൾ വരും, അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വീട് കച്ചവടമാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു, അവിടെ ഫോട്ടോ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വാസ്തുവിലല്ല വിശ്വാസം,
എനിക്ക് നിങ്ങളെ രണ്ടുപേരെയാണ് വിശ്വാസം, മാതാവും തിരുക്കുമാരനും തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് പിറ്റേ ദിവസം ഞാൻ മാതാവിനോട്, മാതാവെ 15-ാം തീയതിക്ക് ഉള്ളിൽ അല്ലെ 15-ാം തീയതി എനിക്കൊരു അടയാളം കാണിച്ചു തരണം, നമ്മുടെ വീടെടുക്കുന്ന ആളെ എന്ന് പറഞ്ഞു. അങ്ങനെ 15-ാം തീയതി ആയപ്പോഴത്തേക്ക് പിന്നെ ഈ വന്നവർ തന്നെ വീണ്ടും വന്നൊരു 2 മണി ആകാറായപ്പോഴാണ് ഇവർ കയറി വന്നു കഴിഞ്ഞ് അപ്പം തന്നെ ഇവരെനിക്ക് ടോക്കൺ തന്ന്. ഫെബ്രുവരി 21-ാം തീയതി അവർ എഗ്രിമെൻറ്റ് ചെയ്ത് ഫെബ്രുവരി 27-ാം തീയതി അതിൻ്റെ ആധാരം നടന്ന് ഞാൻ എന്ത് വില മാതാവിനോട് ചോദിച്ചോ ആ വിലയ്ക്ക് തന്നെ എനിക്ക് വീട് സ്ഥലവും കച്ചവടമാക്കി കിട്ടി. മക്കളുടെ 50 ലക്ഷം രൂപ അവരുടെ കടം എനിക്ക് വീട്ടാൻ സാധിച്ചു. അവൻ്റെ വീട്ടിൽ നിന്നും 50 ലക്ഷം രൂപ കൊടുത്ത് അങ്ങനെ 1 കോടി രൂപ കൊടുത്ത് മക്കളെ അവിടെ നിന്നും പിന്തിരിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകളെ അവൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് തന്നെ ചാത്തൻ സേവയ്ക്ക് കൊണ്ടുപോയി. അവിടെ പോയി അപ്പോഴത്തേക്ക് പറഞ്ഞു ഈ വീട് സ്ഥലം വിൽക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന കാര്യം, അതിനകത്ത് നിങ്ങൾ ഇടപെടണ്ടെന്ന്. അപ്പം മോളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മകളെ മാതാവിൻ്റെ അരികെ കൊണ്ടുവരണം, അവൾക്ക് വിശ്വാസമാകുന്ന രീതിയിൽ ആരെങ്കിലും കൊണ്ട് അവളെ സംസാരിപ്പിക്കണം, എങ്കിൽ മാത്രമേ അവളിവിടെ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൾ എനിക്കൊരു കോൾ ചെയ്തിട്ട് കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ആരോ അവളോട് പറഞ്ഞ സാക്ഷ്യങ്ങൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് പള്ളി വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശാന്തയായി അവൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിനെന്താ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവിനിപ്പം ഏത് രീതിയിലാണ് നിന്നെ നയിക്കാൻ തോന്നുന്നു ആ രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3-ൻ്റെ അന്ന് അവൾക്ക് ഇവിടെ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയാണ് അവൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലിയും കിട്ടി. ഇപ്പോൾ സന്തോഷമായിട്ട് അമ്മയും കുഞ്ഞും മോനും നടക്കുന്നുണ്ട്. മരുമകൻ ഒരു കമ്പനിയിൽ മാനേജറായിട്ടും പോകുന്നുണ്ട്. എന്നെയും എൻ്റെ മക്കളെയും ഒരു ചിറകിൻ്റെ കീഴിലെന്ന പോലെയാണ് ഇവിടെ മാതാവ് തിരുക്കുമാരനും കൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ഹിന്ദുക്കളായതുകൊണ്ട് കൈ നിവർത്ത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലുമായിരുന്നു. പക്ഷേ അത് ചൊല്ലാൻ നേരത്ത് ആദ്യത്തെ ദിവസവും 2-ാമത്തെ ദിവസവും എൻ്റെ കയ്യിൽ ഞാൻ ഓരോ കുരിശ് കണ്ട്, അത് എവിടെ നിന്ന് വന്നു എന്ന് എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അങ്ങനെ ഞാൻ കണ്ടു. പിന്നീട് എനിക്കുണ്ടായത് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴത്തേക്ക് മാതാവിനോട് ഈശോയോടുമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ കള്ളന്മാരൊക്കെ കയറും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ബെഡിൽ നിന്ന് കിടക്ക വലിച്ചുകൊണ്ടും വന്നിട്ട് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഫോട്ടോ ഇരിക്കുന്ന അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെയായി ഒരു ദിവസം എനിക്ക് പാനി കൊണ്ട് ഒന്നും അനങ്ങാൻ പോലും മേല, മരുന്ന് മേടിക്കാൻ പോകാനോ എനിക്കൊന്ന് എഴുന്നേൽക്കാനോ പോലും മേല. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു എനിക്ക് ആരുമില്ല, ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ കിടന്ന് ഞാനൊന്ന് ഉറങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മാതാവ് സിൽവർ കളറിലെ മാതാവ് നിന്ന് ആവി പിടിക്കുന്നു, നല്ല വിയർത്തൊഴുകുന്നുണ്ട്. അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, മാതാവ് എന്താ ആവി പിടിക്കുകയാണോ, എന്താ ഇങ്ങനെ വിയർത്തൊഴുകുന്നത്, ചത്തുപോയോ, സ്റ്റാച്ചു ആണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി ആവി പിടിച്ച് നേരം വെളുത്തപ്പോൾ എൻ്റെ പനിയല്ലേ എവിടെ പോയി എന്താണെന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണത്. എൻ്റെ വീട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ മേളത്തെ നിലയിൽ നിന്ന് താഴെ വീണായിരുന്നു. താഴെ വീണപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ശകല സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ദേഹം മൊത്തം പൊട്ടിയിട്ട് നീരൊക്കെ വെച്ച് അവൻ നല്ല കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി ആ തൈലം എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കൈയും കാലും ആ പൊട്ടലിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ തേച്ചത്. കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. കൂടെ നിന്ന് 2-3 ആൺപിള്ളേർ കളിയാക്കി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഇത് ശരിയാവുമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം, മോൻ എന്ത് പറയുന്നെന്ന് ചോദിച്ച്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മേ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ, വേദന കുറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും പെയിൻറ്റ് പണി ചെയ്യാൻ തുടങ്ങി. ഈ നിമിഷം വരെ അവന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു അനുഗ്രഹം. പിന്നെ എൻ്റെ അടുത്തുള്ള 3 സ്ത്രീകൾ കിടപ്പിലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരറിയാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇപ്പോൾ എഴുന്നേറ്റ് നടന്ന് ഓരോ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ണിൽ കാണുന്നുണ്ട്. അതും എനിക്ക് സന്തോഷം. പിന്നെ ഇവിടെ ഞാൻ നിയോഗത്തിൽ വെച്ചതായിരുന്നു മക്കളുടെ കാര്യം, വീട് വിൽപ്പന.
പിന്നെ ജോസഫ് അച്ഛന് വേണ്ടി അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിയോഗം എഴുതാനിരുന്നിട്ട് ജോസഫ് അച്ഛൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നിയോഗം ഒരെണ്ണം ഞാൻ എഴുതിയത്. അതെന്താണെന്ന് അച്ഛനെ അറിയാവുള്ളൂ, എനിക്കറിയില്ല. ഞാൻ എന്നാലും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ ഓടി വരാനും ഈ മണ്ണിൽ ചവിട്ടാനും ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടാനും കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ആയുസ്സോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്, പിന്നെ വൃദ്ധസദനത്തിൽ പോകാറുണ്ട്, രോഗികളെ കാണാറുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മരുന്ന് മേടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാറുണ്ട്. കല്യാണം കഴിക്കാനായിട്ട് സ്വർണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരുപാട് പേര് കരഞ്ഞു വന്ന് വിഷമിച്ച് പറയുന്നവരുടെ ഉണ്ട്. ഞാൻ ലോൺ പോലും എടുത്ത് മാസാമാസം അടച്ചു പോലും ഓരോ തരി പൊന്നെങ്കിലും കൊടുത്ത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് കിട്ടുന്ന എൻ്റെ കടത്തിൻ്റെ അടിക്കും എന്തെങ്കിലുമൊക്കെ എന്നെ കഴിവത് സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും ഈ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട ഒരു സാക്ഷ്യം കൂടിയാണ്. വളരെ വ്യക്തമായിട്ട് ഈ അമ്മ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ജീവിതത്തിൽ എപ്പോഴും ഒരു അവസാനത്തെ സ്റ്റെപ്പ് എന്നോണം ഓടി ഇവിടെ മാതാവിൻ്റെ അടുക്കൽ വന്ന് അതിനുശേഷം ജീവിതം തിരികെ പിടിച്ചതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. ചുരുങ്ങിയ ഭാഷയിൽ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അല്ല പൂർണ്ണമായിട്ട് വാക്കുകളിലേക്ക് ആക്കുവാനും നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ ആ സാക്ഷ്യത്തിനോടൊപ്പം മാതാവ് കൂടെ നിന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അനുഭവം ഉണ്ട് എന്ന് അത് സാന്നിധ്യം കൊണ്ട് മനസ്സിലായിട്ട് തന്നെയാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നതും. ഒന്നാമത്തേത് വിശുദ്ധമായി നമ്മൾ ചൊല്ലേണ്ട ജപമാലയെക്കുറിച്ച് വലിയൊരു ബോധ്യം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അപ്പോൾ ഒരു അക്രൈസ്തവരായിട്ടുള്ള ഒരു ജപമാലയുടെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ വെച്ച് നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് ആദ്യത്തെ സാക്ഷ്യമല്ല. പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ ഇത്രയേറെ ജപമാലയോട് പ്രാർത്ഥിച്ച് അവസാനത്തെ വരെ ചൊല്ലുമ്പോഴേക്കും മാതാവ് എനിക്കൊരു മറുപടി തരുമെന്നുള്ളൊരു ബോധ്യത്തിൽ ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഈ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് മക്കളൊക്കെയും ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചതും. ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാഹചര്യങ്ങൾ അനവധിയായിട്ട് മുൻപിൽ നിൽക്കുമ്പോഴും എന്തും ഈശോയോടും മാതാവിനോടും ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനവും ഈ കാര്യത്തിൽ മാതാവിലുള്ളൊരു പ്രത്യാശയുണ്ട്. അതായത് ഇത് ചൊല്ലിത്തീരുമ്പോൾ അല്ലെങ്കിൽ ഈ ഞാൻ മാതാവിനെ ഏൽപ്പിച്ച ഈ വസ്തുവിൻ്റെ ഈ കാര്യം മാതാവ് എനിക്ക് നടത്തി തരും എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലൂന്നിയ ഈ ഒരു മാതാവിലുള്ള പൂർണ്ണമായിട്ട് ഉള്ള ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഈ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പിന്നെ അവസാനം ചേർത്ത് വെക്കുമ്പം ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ പാലിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും സാന്നിധ്യം നൽകിയിട്ടുണ്ടെന്നും സാക്ഷ്യത്തിലുണ്ട്. ഒപ്പം ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടി വരാനായിട്ട് ഒരു സ്ഥലം മാതാവ് നൽകിയതിനെ പ്രതി, ഒപ്പം അത് നൽകുവാൻ ഇടവന്ന സാഹചര്യങ്ങളെല്ലാം പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അതിന് കാരണക്കാരെ ഓർത്ത് പ്രത്യേകം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ശക്തിയും ബോധ്യവും മനസ്സിലാവുമ്പോഴാണ്. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈ അമ്മയ്ക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ആഴത്തിനും ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം ഇടപെട്ട എല്ലാ മേഖലയിലും ഏറെ പ്രത്യേകിച്ച് ദൈവം നൽകി ഇത്രയും പരിശുദ്ധ അമ്മ വഴി നൽകി ഇത്രയും ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തെ ഓർത്ത് അത് നമുക്ക് നൽകുന്ന പ്രചോദനത്തെ ഓർത്ത് ഏറെ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.